ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ 5 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. സെക്കൻഡ് മൊഡ്യൂള് കസ്റ്റമർ ഡ്രൈവൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. തേർഡ് മൊഡ്യൂൾ വരുന്നത് മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻ ആണ്. ഫോർത്ത് മൊഡ്യൂള് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ആണ്. ഫിഫ്ത്ത് ഒരു ഓപ്പൺ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 മൊഡ്യൂളിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും വരാൻ സാധ്യതയുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 6 മാർക്ക് ക്വസ്റ്റ്യൻസ്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ഈ മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് മാർക്കറ്റിംഗ് എന്താണെന്നാണ്. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ പേരെന്താണ്? മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട 3 ടേമുകൾ വരുന്നത്. ഫസ്റ്റ് അറിഞ്ഞിരിക്കണം എന്താണ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടുഗദർ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലേ, ബയേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് കൂടിയിട്ട് അല്ലേ ഗുഡ്സും സർവീസും എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണെന്ത്? മാർക്കറ്റ്. എല്ലാവർക്കും അറിയാം. ദെൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറുടെ നീഡ്സ് അച്ചീവ് ചെയ്യുന്നതിനാണ് വന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. എന്താണ് മാർക്കറ്റിംഗ്, അതിൻ്റെ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാർക്കറ്റിങ്ങിൽ ഓരോ വിദ്യാർത്ഥിയും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. ചിലപ്പോൾ 6 മാർക്കിനോ അല്ലെങ്കിൽ ആയിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ആ ഭാഗം എല്ലാവരും പഠിച്ചിരിക്കുക. പിന്നീട് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. നമ്മുടെ ബുക്കിൻ്റെ പേരാണ്. ചിലപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് ആണിത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അതായത് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും കൺട്രോളിങ്ങും ഒക്കെ അവിടെ അപ്ലൈ ചെയ്യുക, മാർക്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് വരുന്ന കാര്യമാണ് മാർക്കറ്റിങ്ങും മാർക്കറ്റ് എന്താണെന്നും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് ഈ പേപ്പർ പഠിക്കുമ്പോൾ ഫസ്റ്റായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയയാണ്. ദെൻ പിന്നീട് വരുന്ന മേജറായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ. ഒരു 4 കോൺസെപ്റ്റുകൾ അവിടെ വരുന്നത്. ഒന്നാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യലാണെന്ത് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. ദെൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് എല്ലാവരും പ്രാധാന്യം. മാസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, വൻതോതിൽ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. അവിടെ അല്ലേ ഒരുപാട് വെറൈറ്റികൾ അല്ലെങ്കിൽ മാസ്സായിട്ട് ഗുഡ്സ് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ വേർഡ് തന്നെ മനസ്സിലാവും. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണെന്നും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരുപാട് മാസ്സായിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എത്രയും പെട്ടെന്ന് എങ്ങനെ വിൽക്കാം, അതുമായി ബന്ധപ്പെട്ടതാണെന്ന്. അപ്പോൾ ഇവിടെ പ്രൊമോട്ടിംഗ് സെയിൽസാണ്. ദെൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറുടെ നീഡ്സ് അച്ചീവ് ചെയ്യലാണ്. അപ്പോൾ 4 കോൺസെപ്റ്റാണ്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് മാസ് പ്രൊഡക്ഷൻ,
സെല്ലിംഗ് കോൺസെപ്റ്റ്, ഇൻക്രീസിങ് സെയിൽസ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്താണ്? അച്ചീവിങ് കസ്റ്റമർ നീഡ്സ്. പിന്നീട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്ന ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. നമുക്കറിയാം മാർക്കറ്റിങ്ങിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ട് അത് വിൽക്കുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതായത് പാക്കേജിങ്ങും ലേബലിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ ഉൾക്കൊള്ളാറുണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് എന്ത് ചെയ്യുക, വിൽക്കുക, അത്ര മാത്രമേ എന്തുള്ളൂ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആണെന്ത് സെല്ലിംഗ്. ഓക്കെ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് വൈഡ് സ്കോപ്പ് ഉണ്ട്, സെല്ലിംഗ് എന്താണ് നാരോ സ്കോപ്പാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ മേജറായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്എ ക്വസ്റ്റ്യനായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പറിൽ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ അല്ലേ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സുകളൊക്കെ അറിഞ്ഞിരിക്കണം. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്താണ്, ലീഗൽ എൻവയോൺമെൻറ്റ് എന്താണ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്. അപ്പോൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എക്കണോമിക് എൻവയോൺമെൻറ്റും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും സോഷ്യൽ എൻവയോൺമെൻറ്റും ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റാണ് വരുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലേ? പരിസ്ഥിതി, അത് എക്കണോമിക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടാണ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ലീഗൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ലോസ് ആൻഡ് റെഗുലേഷനുമായി ബന്ധപ്പെട്ടാണ്. ടെക്നോളജി അല്ല, ടെക്നോളജി എന്താണ് അല്ലേ, ഫാസ്റ്റാണ്. AI ടെക്നോളജിക്ക് വരുന്ന കാലഘട്ടം. അപ്പോൾ എൻവയോൺമെൻറ്റിലുണ്ട് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഒക്കെ ഉള്ള. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഇവിടെ പോർട്ട്ഫോളിയോ അപ്രോച്ചാണ്. പോർട്ട്ഫോളിയോ അപ്രോച്ചിൽ നമുക്ക് വരുന്നത് BCG മെട്രിക്സ്, ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പിൻ്റെ മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് ഒരു പിക്ചർ ഉണ്ട്, ആ പിക്ചർ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ദെൻ GE ബിസിനസ് സ്ക്രീന്, അതായത് GE മെട്രിക്സ്. ഈ ഒരു മെട്രിക്സും മക്കൻസി മെട്രിക്സ് എന്നും പറയും, അല്ലെങ്കിൽ GE മെട്രിക്സ് എന്ന് പറയും. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മാർക്കറ്റിംഗ് വേഴ്സസ് സെല്ലിങ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. GE ബിസിനസ് സ്ക്രീന് 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു മീനിങ്ങും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചോദ്യം വരുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. നല്ല രീതിയിൽ ഫസ്റ്റ് മൊഡ്യൂൾ വായിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 കസ്റ്റമർ ഡ്രൈവൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെഗ്മെൻറ്റേഷൻ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് മാർക്കറ്റ് ഇൻടു എ സ്മാൾ ഗ്രൂപ്പ്. ലാർജ് മാർക്കറ്റ് എന്താക്കുന്നു, ചെറിയ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയൻ്റെ ബേസിലോ ഡെമോഗ്രഫിക്കിൻ്റെ ബേസിലോ അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസിൻ്റെ ഒക്കെ ബേസിൽ ലാർജ് മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മാൾ ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ഇപ്പോൾ ഏരിയൻ്റെ ബേസിൽ വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കേരള, ദെൻ മലപ്പുറം, അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ സെഗ്മെൻറ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ എന്താണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സെഗ്മെൻറ്റേഷൻ്റെ കുറച്ച് ലെവൽസ് പറയുന്നുണ്ട്, ആ ലെവൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബേസിസ് എങ്ങനെയാണെന്നുള്ള ടോപ്പിക്ക് അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സാണ് ഇവിടെ മെയിൻ ടോപ്പിക്ക്.
അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ് ടാർജറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഇന്നൊരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നടത്തുന്നതിനാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. എല്ലാപ്പോഴും എക്സാമിന് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. ഒരു 6 മാർക്കിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദ്യം. അപ്പോൾ എന്താണ് ടാർഗറ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ടാർഗറ്റിംഗ്, ദെൻ അതിൻ്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ ആണല്ലോ. ദെൻ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും അതിൻ്റെ ഇമ്പോർട്ടൻസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് വരുന്ന ടോപ്പിക്കാണ് പൊസിഷനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റും അതിൻ്റെ സ്ട്രാറ്റജീസും അവിടെ നിന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് സെഗ്മെൻറ്റേഷനാണ് മേജർ ടോപ്പിക്ക്. സെഗ്മെൻറ്റേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ടാർഗറ്റിംഗ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഡിഫറൻസിയേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പൊസിഷനിങ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് വരുന്ന മേജർ ഏരിയയാണ് കൺസ്യൂമർ ബിഹേവിയർ. ഒരു കൺസ്യൂമറുടെ ബിഹേവിയറാണ് പെരുമാറ്റത്തിന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ. അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഡെഫിനിഷന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഫാക്ടേഴ്സ്, ഇതാണ് ഇവിടെ മേജർ ചോദ്യം. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ ചിലപ്പോൾ 6 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഫാക്ടേഴ്സ്. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട 2 ടോപ്പിക്കാണ് റോൾ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പിന്നെ അതുപോലെ തന്നെ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്. ഇത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു മൊഡ്യൂളിൽ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ടോപ്പിക്ക് സെഗ്മെൻറ്റേഷൻ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ 2 മേജർ ടോപ്പിക്കാണ്, ഒന്ന് സെഗ്മെൻറ്റേഷനും ഒന്ന് കൺസ്യൂമർ ബിഹേവിയറും. ഈ 2 ടോപ്പിക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ മേജറായിട്ട് പഠിക്കേണ്ടത്. ദെൻ ടാർഗറ്റിംഗ് എന്താണെന്നും ഡിഫറൻസിയേഷൻ എന്താണെന്നും പൊസിഷനിങ് എന്താണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ സെഗ്മെൻറ്റേഷൻ്റെ ഫാക്ടേഴ്സും അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഫാക്ടേഴ്സും ബൈയിങ് പ്രോസസ്സും 3 ചോദ്യമാണ് മെയിനായിട്ട് പറഞ്ഞത്. ഒന്ന് സെഗ്മെൻറ്റേഷൻ, അതിൻ്റെ ഫാക്ടേഴ്സ്, കൺസ്യൂമർ ബിഹേവിയർ, അതിൻ്റെ ഫാക്ടേഴ്സ്, ദെൻ ബൈയിങ് പ്രോസസ്സ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മൊഡ്യൂൾ 3 മാർക്കറ്റിംഗ് മിക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. 4 P's ആണ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നത്. 4 P's എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ. മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഏരിയയാണ് മാർക്കറ്റിംഗ് മിക്സ്. വലിയ ടോപ്പിക്കാണ്. പല രീതിയിലും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ പ്രൊഡക്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ 6 മാർക്കിന് പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഏതൊക്കെ സ്റ്റേജസ് ആണുള്ളത്, ആ സ്റ്റേജസ് കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും അതിൻ്റെ സ്റ്റേജസും മേജറായിട്ടുള്ള ഭാഗം ഏതാണ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും അതിൻ്റെ സ്റ്റേജസും. ദെൻ സ്ട്രാറ്റജീസും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇതിൽ ഓരോ സ്റ്റേജിലും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസാണ്. അപ്പോൾ പ്രൊഡക്റ്റ്, ദെൻ പ്ലേസ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ്. പല ഭാഗങ്ങളിലും ഇത് പഠിക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂഷനിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ലെവൽസ് ആണ്. ഇവിടെ 3 ലെവലാണ്. 0 ലെവൽ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരല്ല, ഡയറക്റ്റായിട്ട്. ഇപ്പോൾ ഒരാൾ ഗുഡ്സ് ഉണ്ടാക്കി അയാൾ ഡയറക്റ്റായിട്ട് തരുന്നു, സപ്ലൈ ചെയ്യുന്നു. ഇടനിലക്കാർ ഇല്ലാതെ 1 ലെവൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു റീറ്റെയിലർ ഉണ്ടായിരിക്കും. ദെൻ 2 ലെവൽ ആകുമ്പോൾ അവിടെ പ്രൊഡ്യൂസർ, റീറ്റെയിലർ, ഹോൾസെയിലറും കൂടി വരും. ദെൻ 3 ലെവലാകുമ്പോൾ ഒരു ഏജൻറ്റ് കൂടിയും വരും. ഓക്കെ ആണല്ലോ. പിന്നീട് ടൈപ്സ് ഓഫ് ഇൻ്റർമീഡിയറി, മെയിനായിട്ട് ഹോൾസെയിലറും റീറ്റെയിലറും അതിൻ്റെ ഫങ്ഷനും പഠിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ
കൃത്യമായിട്ട് അവിടെ ഉണ്ട് ലെവൽസ് അല്ലെ, 3 ലെവൽസ്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറീസ്, അവിടെ ഹോൾസെയിലറും റീറ്റെയിലറും എന്നുള്ള ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പിന്നീട് വരുന്ന മൂന്നാമത്തെ പി ആണ് പ്രൈസ്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. അതായത് പ്രൈസിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ്, ഇവിടുന്ന് ചോദ്യം വരാറുണ്ട്. ദെൻ സ്ട്രാറ്റജീസ്, ഇതാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ എന്താണ് സ്കിമ്മിങ്? സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈ പ്രൈസ് ഇടുക, പിന്നീട് വില കുറക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസ്, പിന്നീട് വില കുറക്കുന്ന സ്ട്രാറ്റജിക്ക് പറഞ്ഞ പേരാണെന്ത്? സ്കിമ്മിങ്. ഇപ്പോൾ ഒരു കാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ആ കാറിന് എന്ത് ചെയ്തു, ഒരു 10 ലക്ഷം എന്ന് പറയുന്ന വില ഇട്ടു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില എന്താക്കി, കുറച്ചു, ഒരു 7 ലക്ഷമാക്കി റെഡ്യൂസ് ചെയ്തു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിമ്മിങ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസും പിന്നീട് കുറക്കുക. ദെൻ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസും പിന്നീട് വില കൂട്ടുന്ന സ്ട്രാറ്റജിയാണെന്ത്? പെനട്രേഷൻ. അപ്പോൾ ലോ പ്രൈസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പിന്നീട് വില കുറക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. നമ്മളൊക്കെ പല ഷോപ്പിലും പോയി കഴിഞ്ഞാൽ അല്ലേ, പ്രൈസ് കാണാം 199 അല്ലേ, ശരിക്ക് 1 രൂപയുള്ളൂ 2000ക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1999 എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സൈക്കോളജിയിൽ നമുക്കെന്ത് തോന്നുന്നു, ആ പ്രൊഡക്റ്റിന് വില കുറവാണ്. അതത്ര പ്രൈസിങ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രൈസിങ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് ചോദ്യം ഉണ്ടാവാറുണ്ട്. പ്രൈസിങ് എന്താണെന്നും ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസും. ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാൻ 3 സ്ട്രാറ്റജിയാണ് പറഞ്ഞത്, എടുത്തു പറഞ്ഞത്. ഒന്ന് സ്കിമ്മിങ്, ഒന്ന് പെനട്രേഷന്, ഒന്ന് സൈക്കോളജിക്കൽ. ഈ 3ഉം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ സൈക്കോളജിക്കൽ പ്രൈസിങ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് പ്രൊമോഷൻ. പ്രൊമോഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് പ്രൊമോഷൻ മിക്സ് ആണ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കൃത്യമായിട്ട് പഠിക്കണം. ദെൻ സെയിൽസ് പ്രൊമോഷൻ അല്ലേ, സെയിൽസ് പ്രൊമോഷൻ എന്താണ്, ഏതൊക്കെ സ്ട്രാറ്റജീസാണ് സെയിൽസ് പ്രൊമോഷന് ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം അല്ലേ. സാമ്പിള്, കൂപ്പണ്, 1 ബൈ ഗെറ്റ് 1 ഫ്രീ എന്ന് പറയുന്ന അത്തരം ടെക്നിക്കുകൾ ഉണ്ടല്ലോ. സെയിൽസ് കൂട്ടാനുള്ള പല ടെക്നിക്കുകൾ, പല ലോജിക്കുകൾ, അതാണെന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻസ് കൊണ്ട് പഠിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ദെൻ പേഴ്സണൽ സെല്ലിങ്, നമ്മുടെയൊക്കെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചേരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അല്ലേ, നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വരുന്ന ആൾക്കാർ, അവർക്ക് എന്ത് പറയുന്നത് പേഴ്സണൽ സെല്ലിങ്. ദെൻ പബ്ലിക് റിലേഷൻ. അപ്പോൾ ഇത്രയാണ് പ്രൊമോഷൻ മിക്സിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രൊമോഷൻ മിക്സ്. അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിങ്, പബ്ലിക് റിലേഷൻ. ദെൻ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ്. ഓക്കെ അല്ല, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ്, അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതും കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പ്ലേസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പ്രൈസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പ്രൊമോഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ പലപ്പോഴും ചോദിക്കുന്നതാണ് ഏതൊക്കെയാണ് 4P എന്നൊക്കെയാണ്. നെക്സ്റ്റ് 4ാമത്തെ മൊഡ്യൂള്. 4ാമത്തെ മൊഡ്യൂള് വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. മാർക്കറ്റിംഗ് ഓഫ് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് പ്രൊഡക്റ്റും സർവീസും ഉണ്ട് അല്ലേ. പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സർവീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻടാഞ്ചിബിൾ ആണ് എന്ത്, സർവീസ്. ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രൊഡക്റ്റും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്ന്, ഇപ്പോൾ FIUGPയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു മേജറായിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യനാണ്
7 പീസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എസ് ആയിട്ട് കാണേണ്ടത്. ഈ ഒരു ചോദ്യം തന്നെ ആയിരിക്കും അധികം എസ്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. അതായത് മാർക്കറ്റിങ്ങിലെ 4 പീസിന് പുറമെ ഏതൊക്കെയുണ്ട്? പീപ്പിളും പ്രോസസ്സും ഫിസിക്കൽ എവിഡൻസും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും എഴുതാനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ പിന്നീട് ഇവിടെ വരുന്നതാണ് എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലെ എമേർജിങ് ട്രെൻഡ്, ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. ദെൻ ഇവിടെ സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങും അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് ചോദ്യമുണ്ട്. അവിടെ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും കൃത്യമായിട്ട് പഠിച്ചേക്കാം. ഓക്കെ ആണല്ലോ. പിന്നീട് വരുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ലാസ്റ്റ് നിങ്ങളുടെ പേപ്പറിൽ ലാസ്റ്റ് വരുന്നതാണ് AI മാർക്കറ്റിംഗ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കഴിഞ്ഞ വർഷമൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് AI മാർക്കറ്റിംഗ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? മാർക്കറ്റിംഗ് നടത്തുകയാണ്. ആ കോൺസെപ്റ്റും അതിൻ്റെ ഡെവലപ്പിംഗ് ആൻഡ് AI മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഈ ഒരു ടോപ്പിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് AI മാർക്കറ്റിംഗ് എങ്കിലും കൃത്യമായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി മാർക്കറ്റിംഗ് നടത്തുന്നതിനാണ് AI മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. എന്താണ് സർവീസ്, പ്രൊഡക്റ്റും സർവീസും തമ്മിലുള്ള ഡിഫറൻസ്, 7 പീസ്, എമേർജിങ് ട്രെൻഡ്, ദെൻ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങും സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങും ഫൈനലി AI മാർക്കറ്റിങ്ങും. അപ്പോൾ നമ്മൾ 4 മൊഡ്യൂളിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓരോ മൊഡ്യൂളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ മാർക്കറ്റിങ്ങിൻ്റെ മിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിനും അതുപോലെ തന്നെ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ലാസ്റ്റ് മൊഡ്യൂൾ ഉണ്ടല്ലോ, ഇവിടുന്ന് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ പ്രത്യേകത വെച്ചാൽ ആകെ 3 ഏരിയ മെയിനായിട്ടുള്ളൂ. ആ 3 ഏരിയയും പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.